ഗൈസ്, നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കറിയാമല്ലോ, 3-4 ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. പ്രത്യേകിച്ച് മോഹൻ ബഗാനെതിരെയുള്ള സുപ്രധാന മത്സരം, അത് കഴിഞ്ഞ് പ്ലേ ഓഫ് സാധ്യതകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാവുന്ന സ്കോപ്പ് ഉണ്ടായിരുന്നല്ലോ. സോ ഇതിന് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മോഹൻ ബഗാനെതിരെയുള്ള മത്സരം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മനഃപൂർവ്വമല്ല. നിങ്ങൾക്കറിയാമായിരുന്നില്ല, ഞാൻ സൗദിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവിടെ മഴയൊക്കെ പെയ്തിട്ട് അന്നത്തെ ദിവസം ഫുൾ നെറ്റ്വർക്ക് പോയി. കളി നടക്കുന്ന സമയത്ത് എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. കളിയൊക്കെ കഴിഞ്ഞ് പിന്നാണ് അറിഞ്ഞത് ഇങ്ങനെ 3-0 തോറ്റ്. അതുകൊണ്ട് മാച്ച് ഫുള്ള് കാണാനുള്ള മൂഡ് പോയി. പിന്നെ ഹൈലൈറ്റ്സൊക്കെ കണ്ടു. പിന്നെ അതിനെപ്പറ്റി സംസാരിക്കേണ്ട, കളി കാണാതെ പിന്നെ സംസാരിക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ലല്ലോ. പിന്നെ അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ഡേ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് പറന്നു. ഇപ്പം ഞാനുള്ളത് വീട്ടിലാണ്. നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടാകും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. യെസ്, നമ്മുടെ ഒരു സെറ്റപ്പിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. സോ മുഴുവനായിട്ടും ചേഞ്ച് ചെയ്തിട്ടില്ല. സോ മാറി വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം. ഇനിയും ചില മാറ്റങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറി, അതുപോലെ നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ വീഡിയോ ഇടാനായിട്ട് ഒന്ന് ലാഗായത്. സോ പ്രധാന വിഷയത്തിലേക്ക് വരാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യത അവസാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. നമ്മൾ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മളുടെ ടീം ഓവർ പെർഫോം ചെയ്യുകയും മറ്റ് പല ടീമുകളും അണ്ടർ പെർഫോം ചെയ്യുകയും ചെയ്യണമെന്നുള്ളത്. എന്താണെങ്കിലും ആദ്യം പറഞ്ഞ കാര്യം സംഭവിച്ചില്ലെങ്കിലും പല ടീമുകളും അണ്ടർ പെർഫോം ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. പ്രത്യേകിച്ച് ISL കപ്പ് വിന്നേഴ്സ് ആയിട്ടുള്ള മുംബൈ സിറ്റി FC, അതുപോലെ ബംഗളൂരു FC, വലിയ പ്രതീക്ഷകളുമായിട്ട് വന്നിട്ടുള്ള ചെന്നൈയിൻ FC, ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയിട്ടുള്ള ടീമുകളൊക്കെ നമുക്കിപ്പം എടുത്തു പറയാനാണെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഈ സീസണിൽ നടത്തിയിട്ടുള്ള 3 ടീമുകൾ മോഹൻ ബഗാനും FC ഗോവയും ജംഷഡ്പൂർ FC മാത്രമാണ്. മറ്റ് ടീമുകൾ അണ്ടർ പെർഫോം ചെയ്തെങ്കിലും അതിനോട് കട്ട കോമ്പറ്റീഷനായിട്ട് അണ്ടർ പെർഫോമൻസ് നടത്തി കേരള ബ്ലാസ്റ്റേഴ്സ് 8ാമത് നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. സോ മറ്റു പല ടീമുകളും അണ്ടർ പെർഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിൽ താഴെ ആയിരുന്നതിന്, വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ ആയിരുന്നതിന് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇപ്പോഴും വലിയ മെച്ചമൊന്നുമില്ല, എങ്കിലും 8ാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് 13 ടീമുകളുള്ള ഒരു ലീഗിൽ. ഇനിയും ഒരുപാട് കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ തിരയുന്ന ആരാധകരുണ്ടെന്ന് എനിക്കറിയാം. മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ യെസ്, സാധ്യതകളുണ്ട്. പക്ഷേ മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ 11ാമത് നിൽക്കുന്ന ഈസ്റ്റ് ബംഗാളിന് വരെ സാധ്യതകളുണ്ട്. റിയലിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് മത്സരങ്ങൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, സാധ്യതകൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇനി അവശേഷിക്കുന്ന 4 മത്സരങ്ങൾ, അതിൽ അടുപ്പിച്ച് നേരിടേണ്ട എതിരാളികൾ ഗോവ, ജംഷഡ്പൂർ, മുംബൈ സിറ്റി FC. ഏറ്റവും ഒടുവിൽ നടക്കുന്ന മത്സരമാണ് ഹൈദരാബാദ് FC. ഈ സീസണിൽ മോശം പെർഫോമൻസ് നടന്ന ടീം. എന്നാൽ ഹൈദരാബാദിനോട് സ്വന്തം ഹോമിൽ പോലും തോറ്റിട്ടുള്ളൊരു ടീമാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ്. സോ അതുകൊണ്ട് തന്നെ മുഴുവൻ പോയിന്റ് നേടിയാൽ മാത്രം പോരാ, മറ്റ് ടീമുകളൊന്നും 36 പോയിന്റിലേക്ക് എത്താതിരിക്കേണ്ട ഒരു സാഹചര്യം കൂടി. അതിന് ബ്ലാസ്റ്റേഴ്സിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ആരാധകർ വല്ല കൂടോത്രമൊക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അതിലേക്ക് മറ്റ് ടീമുകൾ, പക്ഷേ ഈ ടീമുകളൊക്കെ പരസ്പരം തന്നെ ഏറ്റുമുട്ടുന്നു. അപ്പോൾ 2 ടീമും എന്താണെങ്കിലും ഒരിക്കലും തോക്കത്തില്ലല്ലോ. മിഡ് സീസൺ എത്തിയ സമയത്ത് തന്നെ നമ്മൾ വീഡിയോസിലായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ആരാധകരുടെ സംഘടനകളുടെയൊക്കെ പ്രതിഷേധത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ബ്ലാസ്റ്റേഴ്സിനെ ലഭിക്കുക, നമ്മളിതല്ല ഡിസേർവ് ചെയ്യുന്നുള്ള ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ. സോ ആ സാഹചര്യത്തിൽ ഇപ്പം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ വിമർശനങ്ങളും ഉന്നയിച്ചപ്പോഴത്തേക്കും അവിടെയും ഇപ്പം മീഡിയോക്കർ ആയിട്ടുള്ള ഫാൻസ് ഉണ്ട്. നമ്മുടെ മാനേജ്മെൻറ്റിന് പോലെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, അവർ മീഡിയോക്കർ ആയിട്ടുള്ള ഫാൻസ് ആണോ അതോ ചാറ്റർജിയൊക്കെ അണ്ണൻ്റെ അടിമകളാണോ എന്ന് അറിയത്തില്ല. ഇനി ഈ സീസണിൽ എങ്ങാനും കപ്പ് അടിച്ചാലോ, ഇനി ബിരിയാണി കൊടുത്താലോ എന്നൊക്കെ പറഞ്ഞ് പലരും വന്നിരുന്നു. ബിരിയാണി കൊടുത്തിട്ടില്ല, ബിരിയാണി കൊടുക്കില്ല എന്നുള്ള അറിയാം. കാരണം ചാറ്റർജി അടിമകളൊക്കെ ചിന്തിച്ചിരുന്നത് ഉറപ്പായിട്ടും ഇമോഷണലിയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നൊരു ക്ലബ്ബാണ്. പക്ഷേ ഇപ്പം ആരാധകരൊക്കെ റിയലിസ്റ്റിക്കലി ചിന്തിക്കാൻ തുടങ്ങി. മഞ്ഞിട്ട് കളിച്ചാൽ കപ്പടിക്കും, അല്ലെങ്കിൽ പിന്നെ ഇന്ന ജേഴ്സി ഇട്ടാൽ കപ്പടിക്കും, ഇന്ന ലോഗോ തിരിച്ചു കൊണ്ടുവന്നാൽ കപ്പടിക്കും എന്ന് പറയുന്ന സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളോടൊന്നും ഇപ്പം ആരാധകർക്ക് ഇതൊന്നുമില്ല. നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ടീമിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടീം ഉണ്ടെങ്കിൽ, നല്ല മാനേജർ ഉണ്ടെങ്കിൽ, ഒരു ഇൻറ്റൻഷനും മെൻറ്റാലിറ്റിയും ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കാമെന്ന് പറയുന്ന ഒരു ഫാക്ടർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നന്നായിട്ട് കളിച്ചു എന്നിട്ടും തോറ്റു എന്ന് പറയുന്ന സംഭവത്തോടും, അല്ലെങ്കിൽ അടുത്ത സീസൺ കലിപ്പടക്കാം എന്ന് പറയുന്ന സംഭവത്തോടും, അങ്ങനെ വേർഡ്സിനോടുള്ള ഒബ്സഷനൊക്കെ എല്ലാവർക്കും പോയി. സോ ഒബ്സഷൻ അല്ലേ. അപ്പോൾ ആക്ഷൻസിലൂടെ കാണിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. ഈ സീസണിലെ പ്രതീക്ഷ അസ്തമിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ കൂടുതൽ അവർ പറയുന്ന പോലെ വാഗ്ദാനങ്ങളൊന്നും പറയാനില്ല. ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റും. സനിയ.